ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പറാത്തയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ആദ്യം വേണ്ടത് പറാത്തയ്ക്ക് നമ്മൾ മാവ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളിങ്ങനെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം നമ്മൾ എത്രത്തോളം പറാത്തയുടെ മാവ് കുഴച്ചെടുക്കുന്നോ അത്രത്തോളം സോഫ്റ്റായിട്ട് കിട്ടും നമുക്കിത്. ഇതുപോലെ കുഴച്ചെടുക്കണം. ഇപ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. കൈ വെച്ച് നോക്കുമ്പോൾ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇത് ഒരു അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി നിങ്ങളെടുത്ത് ചോപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് മിക്സി ജാറിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തിന്നായിട്ട് വേണം കേട്ടോ. അതൊരു സൈഡിലേക്ക് ഇരിക്കട്ടെ. ഇനി ഒരു 400 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തത്. എല്ലില്ലാത്ത ചിക്കൻ പീസാണ്. ഇത് നമുക്ക് മിക്സി ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ചേർക്കാം. ഒന്ന് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉള്ള മുളക് പൊടി, ഏകദേശം ഒരു 1/2 സ്പൂണോളം വേണ്ടി വരും. ഒരു 1/2 സ്പൂണോളം ഗരം മസാല, ഒരു 3/4 സ്പൂണോളം മല്ലിപ്പൊടി എന്നും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അല്പം കൂടെ ഉപ്പ് ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി ഏകദേശം ഒരു 1/2 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഓൾറെഡി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർക്കാം. എന്നിട്ട് ഈ ചിക്കനും മസാലയും കൂടെ നന്നായിട്ട് യോജിക്കണം. ഇത് നമ്മൾ അരച്ചു വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്നാലും നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം വേവിക്കേണ്ടി വരും. 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ചിക്കനൊക്കെ ഒന്ന് എടുത്ത് നോക്കുക, വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പം ഇത് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചില പീസസൊക്കെ കുറച്ച് കട്ടയായിട്ടാണുള്ളത്. അപ്പം ആ കട്ട ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ നമ്മൾ തവി വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡിയായി. മേലെ നമുക്ക് അല്പം മല്ലിയില തൂവി കൊടുക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ പറാത്ത ഒന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ലെമണിൻ്റെ സൈസിലാണ് കേട്ടോ ഉരുട്ടിയെടുക്കുന്നത്. ഇതേപോലെ നമ്മൾ സാധാരണ ചപ്പാത്തിയിൽ ഉരുട്ടുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ വലുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. കാരണം നമ്മളിത് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പം എല്ലാം ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിൽ തന്നെ നമുക്ക് അല്പം പൊടി ഒന്ന് തൂവി കൊടുക്കാം.
എന്നിട്ട് ഒരു ബോൾ എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന ചപ്പാത്തിയുടെ അളവിൽ നിന്നും അല്പം കുറവായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മിക്സ് ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഞാൻ കാണിക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഏകദേശം 2 സ്പൂണോളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സൈഡിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മേലെ അല്പം വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കാം. പിന്നെ അല്പം നമ്മൾ എടുത്ത ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതേപോലെ മറ്റേ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്യാം. അതിൻ്റെ മേലെയും അതേപോലെ നമുക്ക് അല്പം വെളിച്ചെണ്ണയും ഗോതമ്പ് പൊടിയും ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ എത്രത്തോളം ഫോൾഡ് ചെയ്യുന്നോ ആ സമയത്തൊക്കെ നമുക്ക് ഗോതമ്പ് പൊടിയും ഓയിലും തൂവി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കണം. ഇങ്ങനെ ഗോതമ്പ് പൊടിയും വെളിച്ചെണ്ണയൊക്കെ തൂവി കൊടുക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ നല്ല ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ പരത്തിയെടുക്കാം. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഒന്നും കൂടെ പറയാണ്, നിങ്ങൾ എപ്പോഴൊക്കെ ഫോൾഡ് ചെയ്യുന്നോ ആ സമയത്തൊക്കെ അല്പം ഓയിലും ഗോതമ്പ് പൊടിയും തൂവി കൊടുക്കണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ നമുക്ക് ഇത് നല്ല ലെയറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം മനസ്സിലാവാത്തവർക്ക് ഞാൻ ഒന്നും കൂടെ കാണിക്കുകയാണ്. ഇതേപോലെ ഓയിൽ തൂവി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ അല്പം ഗോതമ്പ് പൊടി കൂടെ തൂവിയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് പരത്തിയെടുക്കണം. നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പറാത്ത അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അല്പം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഇതിൻ്റെ മേലെ തൂവി കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പറാത്ത ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്തായാലും ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല ഒരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.